പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേഷൻസ് ആണ്. അടുത്ത ആഴ്ചത്തെ സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്ത മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെൻറ്റിനെ സംബന്ധിച്ചുമാണ് നമ്മൾ തുടക്കത്തിൽ നോക്കാൻ പോകുന്നത്. അടുത്ത സ്മാക്ഡൗണിൻ്റെ പ്രത്യേകത റസൽമീനിയ 42 എന്ന് പറയുന്ന ബിഗ് ഇവൻറ്റിന് മുൻപുള്ള ഏറ്റവും അവസാനത്തെ വീക്ക്ലി എപ്പിസോഡാണ് എന്നുള്ളതാണ്. ആൻഡ്രേ ദി ജയന്റ് മെമ്മോറിയൽ ബാറ്റിൽ റോയൽ മത്സരം അടുത്ത സ്മാക്ഡൗണിലേക്ക് കൺഫേം ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ MFT വേഴ്സസ് വൈറ്റ് 6 തമ്മിലുള്ള ഒരു 8-man ടാഗ് ടീം സ്ട്രീറ്റ് ഫൈറ്റ് മത്സരം കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ റോ ബ്രാൻഡിൽ നിന്നുള്ള സൂപ്പർ സ്റ്റാർസ് അടുത്ത സ്മാക്ഡൗണിൽ അപ്പിയർ ചെയ്യുമെന്നുള്ളതും ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. ഇത് മിക്കവാറും ആൻഡ്രേ ദി ജയന്റ് മെമ്മോറിയൽ ബാറ്റിൽ റോയലിൽ പങ്കെടുക്കാൻ കൂടുതൽ റെസ്ലേഴ്സിനെ എത്തിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കൂടാതെ മെയിൻ ആയിട്ടുള്ള ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾക്ക് സ്റ്റോറി ലൈൻ്റെ ഒരു അപ്ഡേഷൻസും റോ ബ്രാൻഡിലെ റെസ്ലേഴ്സിനെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. അവരുടെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചേക്കാം. അപ്പോൾ ഒരു വമ്പൻ ഗോ ഹോം ഷോ തന്നെയായിരിക്കും അടുത്ത വീക്ക്ലി എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിക്കുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇപ്പോൾ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിന്റെ മെയിൻ ഇവന്റിനെ സംബന്ധിച്ചാണ്. മെയിൻ ഇവന്റിൽ വുമൻസ് ചാമ്പ്യനായ ജേഡ് കാർഗിലും ഇയോ സ്കൈയും തമ്മിലുള്ള ഒരു 1-on-1 മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും മത്സരത്തിൽ ഇയോ സ്കൈ വിജയിക്കില്ല എന്നുള്ളത് ഉറപ്പായിരുന്നു. മത്സരം ഡിസ്ക്വാളിഫിക്കേഷൻ ആണോ ഇനി ജേഡ് കാർഗിൽ വിജയിക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളത് മാത്രമേ അറിയാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഇയോ സ്കൈയെ ക്ലീനായി തന്നെ ജേഡ് കാർഗിൽ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതിനുശേഷം സ്റ്റീൽ ചെയർ ഉപയോഗിച്ച് ഇയോ സ്കൈയെ ആക്രമിക്കാൻ വേണ്ടി ചെയർ എടുത്ത് വരുന്ന സമയത്ത് റിയാ റിപ്ലി ഇയോ സ്കൈയെ രക്ഷപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചു. സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നതും റിയാ റിപ്ലിയുടെ സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. റിയാ റിപ്ലി ജേഡ് കാർഗിലിനെ വെല്ലുവിളിക്കുന്നു. അങ്ങോട്ടേക്ക് ഇയോ സ്കൈ വരുന്നു. ഇയോ സ്കൈ ഈ ഒരു മത്സരം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ മത്സരം മെയിൻ ഇവൻറ്റിലേക്ക് വരുന്നു. ഇതിന് ഇടയിലുള്ള ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റുകളിൽ ജേഡ് കാർഗിലിൻ്റെ കൂടെയുള്ള ബി ഫാബ്, മീച്ചിൻ തുടങ്ങിയവരെ റിയാ റിപ്ലി ബാക്ക് സ്റ്റേജിൽ വെച്ച് ആക്രമിക്കുന്നതായിട്ടുള്ള രംഗങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇക്കണക്കിന് ഒരു സ്റ്റോറി അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് അത് ആർക്കിപ്പോൾ ഒരു ആധിപത്യം കൊടുക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതൊരു ചോദ്യചിഹ്നമാണ്. എന്തായാലും കുഴപ്പമില്ല. വുമൻസ് ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയിൽ തന്നെ പ്രാധാന്യം കൃത്യമായിട്ട് സ്മാക്ഡൗണിൽ കൊടുക്കുന്നുണ്ട്. റോയലും ഇവരുടെ സ്റ്റോറി കണ്ടിന്യൂ ചെയ്യാൻ അവർ ഉദ്ദേശിച്ചത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൗണിൽ 2 സൂപ്പർ സ്റ്റാർസിൻ്റെ ഡെബ്യൂ നമുക്ക് കാണാൻ സാധിച്ചു. അതിൽ ആദ്യത്തേത് റോയ്സ് കീസ് എന്ന റെസ്ലറിൻ്റെ ഒരു ഡെബ്യൂ ആണ്. മുൻ AEW റെസ്ലറായ AEWയിൽ ചാമ്പ്യനൊക്കെ ആയിരുന്ന പവർ ഹൗസ് ഹോപ്സ് എന്ന റെസ്ലർ WWEയിൽ റോയ്സ് കീസ് എന്നാണ് അറിയപ്പെടുന്നത്. റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെയാണ് ഡെബ്യൂ ചെയ്തത് എന്നുണ്ടെങ്കിലും വീക്ക്ലി എപ്പിസോഡായ സ്മാക്ഡൗണിലെ ആദ്യ മത്സരമാണ് റോയ്സ് കീസ് ഇന്ന് കളിച്ചത്. ലോസ് ഗാർസ എന്ന ടീമിലെ ഹുംബർട്ടോ എന്ന് പറയുന്ന റെസ്ലറിനെതിരെയാണ് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മാച്ച് നമുക്ക് കാണാൻ സാധിച്ചത്. ഡെബ്യൂ മത്സരം ഭയങ്കര സർപ്രൈസ് ആയിട്ടൊന്നുമല്ല നടത്തിയത്. ഇന്നലെ തന്നെ ഈ ഒരു ഡെബ്യൂ മാച്ച് ഉണ്ടായിരിക്കും എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു. എതിരാളി ആരാണെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എതിരാളി ഏഞ്ചൽ ഗാർസയുടെ പാർട്ണറായ ഹുംബർട്ടോ വന്നപ്പോൾ അത് മാത്രമാണ് ഒരു സർപ്രൈസ്. ഡെബ്യൂ മത്സരത്തിൽ റോയ്സ് കീസ് തന്നെയാണ് വിജയിക്കാൻ പോകുന്നത് എന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ആയിരുന്നു. അത്തരത്തിൽ തന്നെയാണ് മത്സരവും കാണാൻ സാധിച്ചത്. ഇതിനുശേഷം നടന്ന ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ MFT ടീമിൻ്റെ ലീഡറായ സോളോ സിക്കോവ റോയ്സ് കീസ് വന്ന് അഭിനന്ദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ തൻ്റെ അടുത്തേക്ക് വന്നാൽ മതി എന്നുള്ളൊരു മെസ്സേജും കൂടി ഇട്ടുകൊടുത്തുകൊണ്ടാണ് സോളോ സിക്കോവ അവിടുന്ന് പോകുന്നത്. അപ്പോൾ റോയ്സ് കീസിൻ്റെ ആദ്യ ഒരു മേജർ സ്റ്റോറി MFT ടീമിന് എതിരെ ആയിരിക്കാനും സോളോ സിക്കോവയ്ക്ക് എതിരെ ആയിരിക്കാനുള്ള സാധ്യതകളാണ് അവിടെ തുറന്നിട്ടുള്ളത്. ഇതുകൂടാതെ സ്മാക്ഡൗണിൽ നടന്ന മറ്റൊരു ഡെബ്യൂ മത്സരം ഡാൻ ഹാൻസൺ എന്ന് പറയുന്ന എൻ്റർടൈനിങ് റെസ്ലറിൻ്റെ ഒരു മത്സരമാണ്. കിറ്റ് വിൽസിനെതിരെയാണ് ഡെബ്യൂ മാച്ചിന് വേണ്ടി ഡാൻ ഹാൻസൺ ഇറങ്ങിയത്. ഇദ്ദേഹം ഈ എലിമിനേഷൻ ചേംബർ എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിന് ശേഷം നിരന്തരമായിട്ടുള്ള സ്മാക്ഡൗണിലും റോയലുമൊക്കെ അപ്പിയറൻസ് നടത്തുന്ന ഒരു ക്യാരക്ടറാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു ഡെബ്യൂ മാച്ചോ അല്ലെങ്കിൽ ഒരു മത്സരമോ WWE ഇതുവരെ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ഷോയിലും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ മാച്ചിൽ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. വളരെ ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് നിറഞ്ഞ മത്സരം തന്നെയായിരുന്നു. ആ മിസിനെതിരെയുള്ള മൊമെൻറ്റ്സ്, അതുപോലെ തന്നെ കിറ്റ് വിൽസിനെതിരെ വിജയം നേടിയെടുക്കുന്ന ആ രംഗങ്ങളൊക്കെ ഗംഭീരമായിരുന്നു. ഡാൻ ഹാൻസന് നല്ലൊരു സപ്പോർട്ട് ക്രൗഡിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇദ്ദേഹത്തിന് മത്സരങ്ങൾ കൊടുക്കുമ്പോൾ ഷോ ഒന്നും കൂടി രസകരമായേക്കും എന്നുള്ളൊരു അഭിപ്രായം കൂടിയുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഈ 2 റെസ്ലേഴ്സിൻ്റെ ഡെബ്യൂ മാച്ച് കണ്ടപ്പോൾ തോന്നിയത്? ഇവർ 2 പേരും ക്ലിക്കാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നാലാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൗണിലെ പക്ക പോസിറ്റീവായിട്ട് തോന്നിയ ഒരു പോയിൻ്റാണ്. അത് ഡ്രൂ മാക്കിൻ്റെയർ ജേക്കബ് ഫാറ്റുവിനെ ആക്രമിച്ച ആ ഒരു ഭാഗങ്ങളായിരുന്നു. ജേക്കബ് ഫാറ്റു വേഴ്സസ് ടാമ ടോങ്ക തമ്മിലുള്ള മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. ടാമ ടോങ്ക ഈ മത്സരത്തിലേക്ക് വരുന്നത് ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂ സെഗ്മെൻറ്റിൽ ഡ്രൂ മാക്കിൻ്റെയറിനെതിരെ സംസാരിച്ച് നിൽക്കുന്ന ജേക്കബ് ഫാറ്റുവിൻ്റെ അടുത്തേക്ക് സോളോ സിക്കോവയും MFT ടീമും പോകുന്നു. അപ്പോൾ ഇവരുടെ
കുറച്ച് ചരിത്രം സോളോ സിക്കോവ ജേക്കബ് ഫാറ്റുവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൂ മെക്കിൻറ്റയറിനെതിരെയുള്ള ഈ ഒരു മത്സരമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് വീണ്ടെടുത്താൽ പോരെ എന്നുള്ളത് ജേക്കബ് ഫാറ്റു ചോദിക്കുന്നു. നീ നമ്മുടെ കുടുംബത്തിന് വലിയ ഒരു മോശപ്പെട്ട ഒരു രീതിയിലേക്ക്, നാണം കെടുത്തുന്ന രീതിയിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ജേക്കബ് ഫാറ്റുവിനെ സംബന്ധിച്ച് സോളോ പറയുന്നുണ്ട്. തുടർന്നാണ് ടാമോ ടോങ്കയുമായിട്ടുള്ള ഒരു മത്സരം നടക്കുന്നതും ക്ലീനായി തന്നെ ടാമോ ടോങ്കയെ ജേക്കബ് ഫാറ്റു പരാജയപ്പെടുത്തുന്നതും. മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ പ്രഗിലൂടെ വന്ന ഡ്രൂ മെക്കിൻറ്റയർ ക്ലൈമോർ കിക്കും മറ്റ് സ്റ്റീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണത്തിലൂടെ ജേക്കബ് ഫാറ്റുവിനെ കീഴടക്കി. അതിനേക്കാൾ ഉപരി ഹാൻഡ് കഫ് ചെയ്ത് പോസ്റ്റിൽ കെട്ടിയിട്ട് ജേക്കബ് ഫാറ്റുവിനെ ആക്രമിക്കുന്ന ഡ്രൂ മെക്കിൻറ്റയറിൻ്റെ ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവിടെ റെഫറീസും ഒഫീഷ്യൽസും വന്നിട്ട് ഡ്രൂ മെക്കിൻറ്റയറിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നതിൻ്റെ പരമാവധി അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇത്തവണ ഈ ഒരു ഫൈറ്റിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ കൊണ്ടുവരാത്തത് കുറച്ചും കൂടി ബെറ്ററായി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുവരെയുള്ള എല്ലാ ഫൈറ്റിലും സെക്യൂരിറ്റി ഗാർഡ്സിനെ ഇട്ട് വെറുപ്പിച്ച ക്രിയേറ്റീവ് ടീം എന്തുകൊണ്ടോ അൺസാങ്ഷൻഡ് മാച്ച് ആയതുകൊണ്ടായിരിക്കണം ഈ ഒരു ബ്രൂട്ടലായിട്ടുള്ള ആക്രമണം കാഴ്ചവെക്കുന്നതിൻ്റെ ഇടയിലേക്ക് സെക്യൂരിറ്റി ഗാർഡ്സിനെ കൊണ്ടുവരാതിരുന്നത്. ഒരു അൺസാങ്ഷൻഡ് മാച്ച് അനൗൺസ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ഒരു സെഗ്മെൻറ്റ് നടത്തിയില്ലെങ്കിൽ അതിൻ്റെ മോശം എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ടീമിനെ തന്നെയാണ്. അപ്പോൾ അത് ആ ഒരു പഴി കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ക്രിയേറ്റീവ് ടീം സെക്യൂരിറ്റി ഗാർഡ്സിനെ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് ഉൾപ്പെടുത്തിയില്ല. അത് നല്ലൊരു തീരുമാനമായി. അങ്ങനെ ഒരു അൺസാങ്ഷൻഡ് മാച്ചിന് വേണ്ട ഒരു ഹൈപ്പ് സൃഷ്ടിക്കാൻ ഡ്രൂ മെക്കിൻറ്റയർ ജേക്കബ് ഫാറ്റുവിന് എതിരെ കാഴ്ചവെച്ച ഈ ഒരു ആക്രമണം കൊണ്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ സ്മാക്ഡൗണിലെ പക്ക പോസിറ്റീവായിട്ടും എനിക്ക് തോന്നിയതും ഈ ഒരു ആക്രമണത്തിൻ്റെ ഭാഗങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഞ്ചാമത്തെ അപ്ഡേറ്റ് ഇന്നത്തെ സ്മാക്ഡൗണിൽ നടന്ന മറ്റ് മത്സരങ്ങളെ സംബന്ധിച്ചാണ്. ബെയ്ലി വേഴ്സസ് അലക്സിയ ബ്ലിസ് തമ്മിലുള്ള മത്സരം നടക്കുകയുണ്ടായി. ഷാർലറ്റ് ഫ്ലെയറിൻ്റെ ഡിസ്ട്രാക്ഷൻ അലക്സിയ ബ്ലിസ് ബെയ്ലിയെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തുന്നതിലേക്കാണ് നയിച്ചത്. കൂടാതെ സാമി സെയിൻ്റെ സെഗ്മെൻറ്റിന് തുടർന്ന് വന്ന ട്രിക് വില്യംസിൻ്റെ വരവും ട്രിക് വില്യംസ് വേഴ്സസ് മാറ്റ് കാർഡോണ തമ്മിലുള്ള മത്സരത്തിലേക്കാണ് കൊണ്ടുപോയത്. മത്സരത്തിൽ മാറ്റ് കാർഡോണയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ട്രിക് വില്യംസ് വിജയം കരസ്ഥമാക്കുന്നതുമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കും. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് റസൽമേനിയ 42 ആദ്യ ദിവസത്തിലെ മെയിൻ ഇവൻ്റ് മത്സരമായ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ച ഭാഗങ്ങളെ സംബന്ധിച്ചാണ്. നിലവിലെ ചാമ്പ്യനായ കോഡി റോഡ്സിനെയും ജെല്ലി റോൾ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പാർട്ട് ടൈം സെലിബ്രിറ്റി റെസ്ലറായ ജെല്ലി റോളിനെയും പാറ്റ് മക്ഫിയും റാൻഡി ഓർട്ടനും ചേർന്ന് ആക്രമിക്കുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് സ്മാക്ഡൗണിൽ കാണാൻ സാധിച്ചത്. ആ ചാമ്പ്യൻഷിപ്പ് എടുത്ത് പാറ്റ് മക്ഫിയും റാൻഡി ഓർട്ടനും കാറിൽ കയറി പോകുന്ന ഒരു മൊമെൻറ്റുമാണ് ഇവരുടെ ഭാഗത്തുനിന്ന് അവസാനമായി കാണാൻ സാധിച്ചത്. അപ്പോൾ നിലവിൽ ആ ഒരു ചാമ്പ്യൻഷിപ്പ് ഇവരുടെ കൈവശമാണ്. അപ്പോൾ അത് അവർ എങ്ങനെ യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അടുത്ത സ്മാക്ഡൗണിൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഈ സ്റ്റോറി ലൈനിലേക്ക് നിങ്ങൾ പലരും ശ്രദ്ധിക്കാതെ പോയ ഒരു പോയിന്റ് ഉണ്ട്. അതായത് എന്തുകൊണ്ടാണ് പാറ്റ് മക്ഫിയും ജെല്ലി റോളും ഈ ഒരു സ്റ്റോറി ലൈനിലേക്ക് ഇൻവോൾവ് ആയത് എന്നുള്ളതിനെ സംബന്ധിച്ച്. ജെല്ലി റോളിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാകും. കോഴിയും ജെല്ലിയും ടീം ആയിക്കൊണ്ട് റാൻഡി, പാറ്റ് മക്ഫി തുടങ്ങിയവർക്കെതിരെ ഒരു ടാഗ് ടീം സ്റ്റോറി വരാൻ വേണ്ടിയിട്ടാണ് ജെല്ലി റോളിനെ കൂടി ഇൻവോൾവ് ചെയ്യിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ഈ റസൽമേനിയ 42 റാൻഡി ഓർട്ടൻ്റെ കോർണറിൽ പാറ്റ് മക്ഫി വന്ന് നിൽക്കുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന കോഡി റോഡ്സ് ഒറ്റയ്ക്കാണ് നിൽക്കുക. അവസാന നിമിഷം ഈ മാച്ച് നടക്കുന്ന ഒരു സമയത്ത് കോഡിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു വ്യക്തി വരുമോ എന്നുള്ളൊരു പ്രതീക്ഷ നമ്മളിൽ ഉണ്ടാകും. ആ ഒരു നിരാശയിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ ആരും വരാതെ കോഡി റോഡ്സ് ആ ഒരു മത്സരം അവസാനിപ്പിക്കുക, അതായത് അദ്ദേഹം വിജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യട്ടെ, അദ്ദേഹം ആ ഒരു മത്സരം അവസാനിപ്പിച്ചാൽ ചിലപ്പോൾ ചിലക്കെങ്കിലും ഒരു നിരാശ ഉണ്ടാകും. കുറേയധികം റൂമേഴ്സും അതിനിടയിൽ പുറത്തേക്ക് വരും, വലിയ വലിയ ലെജൻസൊക്കെ വരുന്നു എന്നുള്ളത്. എന്നാൽ ആരെയും കാണാതായാൽ ഒരു നിരാശ ഉണ്ടാകുന്ന ആരാധകർ ഈ ഷോ കൊള്ളില്ല എന്നുള്ളൊരു അഭിപ്രായം സോഷ്യൽ മീഡിയയിൽ കുറിക്കും. അങ്ങനെ മൊത്തത്തിൽ അത്തരത്തിലുള്ളൊരു അഭിപ്രായം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആളുകളിലുള്ള നിരാശ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിലെ ജെല്ലി റോളിനെ ഈ കോഡി റോഡ്സിൻ്റെ കോർണറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ജെല്ലി റോളിൻ്റെ ഈ ഒരു ഭാഗം കഴിഞ്ഞു. ഇനി പാറ്റ് മക്ഫിയെ സംബന്ധിച്ച് നമ്മൾ നോക്കിയാൽ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കോഡി റോഡ്സ് എന്ന് പറയുന്ന റെസ്ലറിനെ ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിൽ വലിയൊരു സപ്പോർട്ട് കൊടുക്കുക, അതേ സമയത്ത് തന്നെ റാൻഡി ഓർട്ടനെ ഒരു ഹീൽ എന്ന നിലയിൽ കൂടുതൽ വെറുക്കപ്പെട്ടവനാക്കി മാറ്റുക എന്നുള്ളൊരു സ്റ്റോറി ലൈൻ്റെ ഒരു ആംഗിൾ നോക്കിക്കൊണ്ടാണ് പാറ്റ് മക്ഫിയെ ആഡ് ചെയ്തിട്ടുള്ളത്. TKO തന്നെയാണ് ഈ സ്റ്റോറി ലൈനിലേക്ക് പാറ്റ് മക്ഫിയെ ആഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് 100% ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ TKO ഈ ഒരു തീരുമാനം എടുക്കാനുള്ള കാരണം ക്രിയേറ്റീവ് ടീമിൻ്റെ യഥാർത്ഥ പ്ലാൻ റാൻഡിയെ ഹീലാക്കിയിട്ട് മാക്സിമം ആളുകൾ വെറുക്കുന്ന രീതിയിലേക്ക് ആക്കി ഈ സ്റ്റോറി ലൈനിൽ മാറ്റുക എന്നുള്ളതായിരുന്നു. പക്ഷേ റാൻഡിയെ ആരും അങ്ങനെ വലിയ രീതിയിൽ കൂവുന്ന രീതിയിലൊന്നും അവർക്ക് കാണാൻ സാധിച്ചില്ല. ഈ കോഡി റോഡ്സിന് എതിരെ ആക്രമണം കാഴ്ചവെച്ച് റാൻഡി ഹീലാകുന്ന ഒരു സമയത്ത് തന്നെ ആ ഒരു കോൺട്രാക്റ്റ് സൈനിങ് മൊമെൻറ്റിൽ തന്നെ റാൻഡി ഓർട്ടന് കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നതാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇക്കണക്കിന് പോയാൽ റാൻഡി ഓർട്ടന് വില്ലനാവുന്ന രീതിയിൽ ഒരു വലിയ രീതിയിലുള്ള കൂവൽ കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ കമ്പനി TKO ഈ സ്റ്റോറി ലൈനിലേക്ക് ഒരു വ്യക്തിയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ച് റാൻഡി ഓർട്ടന് മാക്സിമം കൂവൽ കിട്ടുന്ന രീതിയിലും
കോഡി റോഡ്സിന് മാക്സിമം സപ്പോർട്ട് കിട്ടുന്ന രീതിയിൽ ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് പാറ്റ് മക്ഫിയെ ഈ ഒരു സ്റ്റോറി ലൈനിലേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിച്ചത്. ഇതുകൂടാതെ ടിക്കറ്റ് പ്രൈസിൻ്റെ ഒരു പ്രശ്നം കൂടി ആളുകൾക്കിടയിൽ ഉണ്ട് എന്നുള്ളതും അതും സ്റ്റോറി ലൈനിലേക്ക് TKO ആഡ് ചെയ്യുകയായിരുന്നു. അതായത് ടിക്കറ്റ് പ്രൈസ് കുറയ്ക്കാൻ ഈ CM പങ്കും മറ്റുള്ളവരും ആവശ്യപ്പെടുന്ന രീതിയിലേക്ക് അവർ പ്രൊമോ എഴുതുന്ന ഒരു സമയത്ത് പാറ്റ് മക്ഫി അതിനെതിരെ പ്രതികരിക്കുമ്പോൾ കാണികൾ പൂർണ്ണമായും പാറ്റ് മക്ഫിക്ക് എതിരെ വരും. കൂടാതെ CM പങ്കിനെയും കോഡി റോഡ്സിനെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്കും വരും. അങ്ങനെ കോഡി റോഡ്സിനുള്ള സപ്പോർട്ട് വർദ്ധിപ്പിക്കാനും സാധിക്കും. അതേസമയം പാറ്റിനെ എല്ലാവരും വെറുക്കുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാനും സാധിക്കും. ഈ വെറുപ്പ് പതിയെ റാൻഡി ഓർട്ടണിലേക്കും എത്തും. അപ്പോൾ പാറ്റ് സപ്പോർട്ട് ചെയ്യുന്ന റെസ്ലർ എന്ന നിലയിൽ ആളുകൾ റാൻഡി ഓർട്ടനെ വെറുക്കുകയും അതേസമയത്ത് റാൻഡി ഓർട്ടൺ നേരിടുന്ന കോഡി റോഡ്സിനെ സപ്പോർട്ട് ചെയ്യാനും ആരംഭിക്കും. അപ്പോൾ ഒരു ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിൽ നിൽക്കുന്ന റെസ്ലറായ കോഡി റോഡ്സിന് ആവശ്യമുള്ളതും ഇത്തരത്തിലുള്ള ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റോറി അവർ തുടക്കത്തിൽ എന്താണോ പ്ലാൻ ചെയ്തത് അതിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് പാറ്റ് മക്ഫിയെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നത്തെ സ്മാക്ഡൗൺ കൂടി കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു പോയിന്റിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ തുടക്കത്തിൽ അവർ പ്ലാൻ ചെയ്തത് ഒരു മെഗാ വില്ലനാക്കി റാൻഡി ഓർട്ടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതേസമയത്ത് ഫേസ് ഓഫ് ദി കമ്പനി എന്ന നിലയിൽ കോഡി റോഡ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കാര്യങ്ങൾ എത്തില്ല. ആളുകൾ റാൻഡി ഓർട്ടനെ വെറുക്കില്ല, റാൻഡി ഓർട്ടനെ കൂവില്ല എന്ന് മനസ്സിലാക്കിയ കമ്പനി പാറ്റ് മക്ഫിയെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ച് മറ്റൊരു ആളിലൂടെ റാൻഡി ഓർട്ടന് മാക്സിമം ഒരു ബൂ കിട്ടുന്ന രീതിയിലേക്ക് ആക്കി മാറ്റുക. അതിന് വേണ്ടിയിട്ടാണ് പാറ്റിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് അവർ യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.